ഗൈസ്, ആൻ്റണി വർഗീസ് പെപ്പയ്ക്കെതിരെ പീഡന ആരോപണം. സോ ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 സ്ക്രീൻഷോട്ട് കണ്ട്. അപ്പോൾ ഇതാരാ ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ടൊക്കെ ഇത് എക്സ്പോസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ യൂട്യൂബിൽ 1-2 ചാനലിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സുപ്രീം കോടതി തുടങ്ങിയ എൻ്റെ കാസറ്റ് ഹക്കീം എന്തോ പുള്ളിയാണെന്ന് തോന്നുന്നത് എക്സ്പോസ് ചെയ്തത്. സോ ഞാൻ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഇല്ല, പോയി. സോ ഇങ്ങനത്തെ എക്സ്പോസിങ് വീഡിയോകൾ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്? കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റൂമറുകൾ, ഇപ്പം ആക്ടേഴ്സിൻ്റെ ഒക്കെ പേഴ്സണൽ ലൈഫ്, അവരുടെ ലവ് ലൈഫൊക്കെ റിയാക്ട് ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ പറയുന്ന ചാനലാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചാനലിൽ പറയുന്നത് ഇതൊക്കെ റൂമറാണ്, ഇതൊന്നും സത്യസന്ധമായ എവിഡൻസുകളൊന്നുമില്ല, ഇത് ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഉള്ള കാര്യങ്ങളാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BNS സെക്ഷൻ 356 പ്രകാരമുള്ള ഡിഫമേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ആറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ആർക്കാണ് ഇൻ്റർനെറ്റിൽ കയറി നോക്കി അറിയാം. പിന്നെ ഞാൻ LLB പഠിച്ചതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അത് കുറച്ചധികം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് 2 വർഷം വരെ ശിക്ഷയൊക്കെ കിട്ടാവുന്ന ഒരു കുറ്റമാണിത്. അപ്പോൾ പൊതുവെ ഇതാരും ഇങ്ങനെ ഫയൽ ചെയ്യാൻ നിൽക്കാറില്ല, കാര്യം ഭയങ്കര നിയമ നടപടി, ഭയങ്കര പാടാണ് ഇത് നേടിയെടുക്കാം. പക്ഷേ നിങ്ങൾ ഈ വലിയ വലിയ നടന്മാർക്കൊക്കെ എതിരെ ആരോപണം ഉന്നയിക്കണം, അവരെ പൈസ ഉണ്ടാവും, അവർക്ക് നിങ്ങൾക്കെതിരെ ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പിറകെ നടക്കേണ്ടി വരും. അത് ഒത്തിരി വർഷം എടുത്തായാലും നിങ്ങളുടെ ഊപ്പാട് വരും. നിങ്ങളത് ഫെയർ യൂസ് ആണ്, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ നല്ലതിന് വേണ്ടിയൊക്കെ ചെയ്തതെന്നൊക്കെ തെളിയിക്കാൻ ഒരുപാട് പാടാണ്. ജാമ്യമൊക്കെ കിട്ടും, പക്ഷേ അത് വലിയ പാടാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇപ്പോൾ ഈ ആരോപണത്തിൽ തന്നെ ഒരു കഴമ്പുള്ളതായിട്ട് കണ്ടില്ല, ഒരു സ്ക്രീൻഷോട്ട്, അതിലൊന്നും തന്നെ അറിയാൻ വയ്യ. കാര്യം കർത്താവിൻ്റെ ഫോട്ടോയിൽ നിന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ആരോ മെസ്സേജ് അയച്ചേക്കണേ, അല്ലാതെ വോയിസുകളുണ്ടോ. ഇനിയിപ്പോൾ വോയിസിലുണ്ടെങ്കിൽ തന്നെ ഇന്ന് AI കാലമാണ്, എന്ത് വേണമെങ്കിലും മോർഫ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് വ്യക്തമായ ഒരു തെളിവില്ലാതെ ഇങ്ങനെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇത് നടന്മാരുടെ ഡെഫമേഷനാണ്, ഇത് എന്തോരം ബാധിക്കുമെന്നോ. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് എക്സ്പോസ് ചെയ്യുന്ന പറയുന്നവരടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് നേരെ ഒരു കേസും കൊടുത്താൽ പോരെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അല്ലാതെ ഒരു പരാതിയോ കൊടുക്കാം, നിയമ നടപടികൾ എടുക്കാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊന്നും നല്ലൊരു കാര്യം ഉണ്ടായില്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് കോടതിയിൽ പോകാം, കോടതി പോയിട്ട് അവിടെ മജിസ്ട്രേറ്റിന് മുമ്പ് നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ ഒരു ഫയൽ ചെയ്യാൻ നടന്മാർക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് പരമാവധി ഇതിൻ്റെ സത്യസന്ധത നല്ലോണം ചെക്കുക. കാര്യം നിങ്ങൾക്ക് റീച്ച് കിട്ടാനും വ്യൂസൊക്കെ ഒരുപാട് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ഫോളോസും കിട്ടും. പക്ഷേ ഒരു കേസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പറയാൻ നടക്കാൻ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പം നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം ഈ എക്സ്പോസിങ് എന്നും പറഞ്ഞ് ഇപ്പോൾ കുറേ പേരെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും, കണ്ടമാനം തെറി ഫേക്ക് അക്കൗണ്ടുകളെന്ന് വരും. പക്ഷേ ഡസൻറ്റ് മാറ്റർ, ഇതാണ് സത്യം. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.